അവകാശം പോർട്ടലിൽ ARO ലോഗിനിൽ ഫെസിലിറ്റേഷൻ സെന്ററുമായി ബന്ധപ്പെട്ട് ചില വർക്കുകൾ ചെയ്യുവാനുണ്ട്. അതിന്റെ ഡെമോൺസ്ട്രേഷൻ ആണ് നടത്തുന്നത്. ഇപ്പോൾ ലോഗിൻ ചെയ്തിരിക്കുന്നത് ARO ആയിട്ടാണ്. ഇതിൽ ഫെസിലിറ്റേഷൻ ചാർജ് എന്നുള്ളൊരു മെനു നിങ്ങൾക്ക് കാണാം. ഇതിൽ ആഡ് ഫെസിലിറ്റേഷൻ സെന്റർ എന്നുള്ള ഓപ്ഷനാണ് ആദ്യമായിട്ട് എടുക്കേണ്ടത്. പോളിംഗ് സ്റ്റേഷനുകളിൽ ഡ്യൂട്ടിക്ക് നിയമിക്കപ്പെട്ടവരും പോസ്റ്റൽ വോട്ടിന് അപേക്ഷിച്ചിട്ടുള്ളവരും ആയവർക്ക് തങ്ങൾക്ക് അനുവദിച്ച് കിട്ടിയിരിക്കുന്ന പോസ്റ്റൽ ബാലറ്റ് വാങ്ങി വോട്ട് ചെയ്ത് തിരിച്ച് നിക്ഷേപിക്കുന്നതിനാണ് ഇത്തരം ഫെസിലിറ്റേഷൻ സെന്ററുകൾ സജ്ജമാക്കുന്നത്. ഇവിടെ നിങ്ങൾ ARO ലെവലിൽ തയ്യാറാക്കിയിരിക്കുന്ന ഫെസിലിറ്റേഷൻ സെന്ററിന്റെ പേരാണ് കൊടുക്കേണ്ടത്. ടെസ്റ്റ് സെന്റർ കടുത്തുരുത്തി എന്ന് പേര് കൊടുക്കുന്നു. അതിനുശേഷം സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫെസിലിറ്റേഷൻ സെന്റർ നമ്മളിവിടെ ആഡ് ചെയ്തു. അത് നമുക്കിവിടെ താഴെ കാണുന്നതിനായിട്ട് സാധിക്കും. ARO ലെവലിൽ ഫെസിലിറ്റേഷൻ സെന്ററുകൾ സെറ്റപ്പ് ചെയ്യുന്നതിന് പുറമെ RO ലെവലിൽ ജില്ലാ ആസ്ഥാനത്തെ ഒരു ഫെസിലിറ്റേഷൻ സെന്റർ കൂടി സെറ്റപ്പ് ചെയ്യേണ്ടതുണ്ട്. പ്രകാരം ഉള്ള ഫെസിലിറ്റേഷൻ സെന്റർ മാനേജ് ചെയ്യുന്നത് ജില്ലാ ആസ്ഥാനത്തുള്ള ARO ആയിരിക്കും. ആ ഒരു AROയ്ക്ക് മാത്രം ഒരു ഫെസിലിറ്റേഷൻ സെന്റർ കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. ബാക്കിയുള്ള എല്ലാ AROയ്ക്കും ഒരു ഫെസിലിറ്റേഷൻ സെന്റർ മാത്രമാണ് ആഡ് ചെയ്യേണ്ടത്. തുടർന്ന് അതാത് ദിവസങ്ങളിൽ ലഭ്യമാകുന്ന പോസ്റ്റൽ ബാലറ്റിന്റെ കണക്കാണ് ഇവിടെ ഫീഡ് ചെയ്യേണ്ടത്. അതിനായി ആഡ് FC എൻട്രി എന്നുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ഡിഫാൾട്ട് ആയിട്ട് ഇന്നത്തെ ഡേറ്റ് തന്നെ വരും. സെന്റർ ഒരു സെന്ററേ ഉള്ളൂ, അതുകൊണ്ട് അത് സെലക്ട് ആയി കിടക്കും. ജില്ലാ ആസ്ഥാനത്തുള്ള AROയ്ക്ക് മാത്രം ഇവിടെ ഫെസിലിറ്റേഷൻ സെന്റർ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വ്യത്യസ്തമായ HPCകളിൽ നിന്നുള്ള പോസ്റ്റൽ വോട്ട് ആയിരിക്കും ഈ ഫെസിലിറ്റേഷൻ സെന്ററിൽ ചെയ്യുന്നത്. ഓരോ HPCയിൽ നിന്നുമുള്ള എത്ര പോസ്റ്റൽ വോട്ട് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. അതാത് HPCകളിൽ രേഖപ്പെടുത്തിയ വോട്ടുകളാണ് ഇവിടെ നമ്മൾ ഫീഡ് ചെയ്യേണ്ടത്. ഈ രീതിയിൽ ഫീഡ് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ആവശ്യമെങ്കിൽ വീണ്ടും മിസ്സിംഗ് ആയിട്ടുള്ള എൻട്രീസ് നമുക്ക് വരുത്തുന്നതിനുള്ള സൗകര്യമുണ്ട്. ഇതേ രീതിയിൽ ഓരോ ദിവസവും ചെയ്യപ്പെടുന്ന മൊത്തം പോസ്റ്റൽ വോട്ടുകളുടെ എണ്ണമാണ് അതാത് ദിവസം ഇതിൽ ഫീഡ് ചെയ്യേണ്ടത്. ഇപ്രകാരമുള്ള റിപ്പോർട്ടുകൾ വ്യത്യസ്തമായ തലങ്ങളിൽ ലഭ്യമായിരിക്കും.